ഞാൻ പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ എൻ്റെ ഒരു കുട്ടി വരുമ്പോ എനിക്ക് ആ കുട്ടീനെ പഠിപ്പിക്കണം എന്നായിരിക്കും. പക്ഷെ ഇവനെ അങ്ങനെ ചിന്തിക്കത്തില്ല. ഇവനെന്താ ആലോചിക്കുക, ആ കുട്ടിയുടെ ആഗ്രഹം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ പൈസ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ആലോചിക്കുള്ളൂ. അങ്ങനെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോ എന്തായാലും ഇനി വരുന്ന തലമുറയിലും ഈ ഒരു കാര്യം വന്നോണ്ട് റിപ്പീറ്റ് ചെയ്തോണ്ട് ഞാൻ എൻ്റെ ഒരു പ്രായം വരെ ഞാൻ സൈക്കിൾ ഡിസ്മാൻഡിൽ ചെയ്യുക, ക്രിക്കറ്റ് കളിക്കുക, ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ആളെ. പിന്നെ ഈ പഠിത്തം പറഞ്ഞാൽ അങ്ങനെയൊക്കെ പോയപ്പോഴാണ് ഈ കഴിവ് പോയത്. ഈ പഠിപ്പിച്ചിട്ടാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾ ഒന്നെങ്കിൽ ഉഴപ്പണാവുക, ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്മാർട്ടായി പഠിക്കുക. ഇങ്ങനെ രണ്ടുപേരാണ് ഇപ്പോൾ ന്യൂ ജനറലിലേക്ക്. ഞാൻ പണ്ട് എല്ലാ പ്രാക്ടിക്കൽ ചെയ്യുന്ന ആളായ, കൈകൊണ്ട് എല്ലാം ചെയ്യുന്ന ആളായ, സൈക്കിൾ ഡിസ്മാൻഡിൽ ചെയ്യുക. അതിന് പഠിത്തത്തിലേക്ക് കയറിപ്പോയാണ് ഈ കഴിവെള്ളം പോയത്. ഈ പഠിപ്പിച്ചിട്ടായിട്ട് കാര്യമില്ല, പഠിപ്പിച്ച ലൈഫിൽ ഫെയിലറാണ്. ഒന്നെങ്കിൽ നിങ്ങൾ സ്മാർട്ട് ചെയ്യണം. പഠിക്കാൻ പോകുന്ന ഈ IIT കയറുമ്പോഴെല്ലാം അങ്ങനെ സ്മാർട്ടാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ഉഴപ്പണമാണ്. ഇപ്പോൾ APJ അബ്ദുൽ കലാം യു ആർ ബെസ്റ്റ് ബ്രെയിൻസ് ആർ ഓഫൻ സൗണ്ട് ബാക്ക് ടു ക്ലാസ്. അങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ ഈ ബിസിനസ് ഫീൽഡ് എടുത്തോ, ഈ ബിൽ ഗേറ്റ്സ്, ഇവരെല്ലാം ഡ്രോപ്പ് ഔട്ട് ആയ ആൾക്കാരല്ലേ. സ്റ്റീവ് ജോബ്സ്, സുക്കർബർഗ്, ഇവരെല്ലാം അവരെക്കാട്ട് എത്ര പഠിക്കുന്ന പിള്ളേരല്ലേ, അവരൊന്നും ഒന്നും ആയിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് എക്സാം രാജനാഥ് സ്വാമി. ഇത്രയും വലിയ അക്കാഡമിക്സ് ഈ ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല. എല്ലായിട്ടും 10ാം ക്ലാസ്സിലും എല്ലാ IIT എല്ലാം. എന്തായാലും ലൈഫിൽ എന്തായി പ്രൊഫഷണലി വർഷം ഫെയിലറാണ്. ഡോക്ടർ അംബേദ്കറിനെ കുറിച്ച് അതല്ല ആ ജനറേഷനല്ലേ, ആ കാലഘട്ടം കാലഘട്ടം മാറി. ഇനിയുള്ള കാലഘട്ടത്തില് രാഷ്ട്രപിതാവ് ഗാന്ധിജി, ഏത് കാലഘട്ടം ഗാന്ധി 10ാം ക്ലാസ്സിൽ 40% മാർക്കേ ഉണ്ടായുള്ളൂ. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പറയുന്ന പഠിപ്പിച്ചല്ല, പക്ഷെ ഇവർക്കൊക്കെ എഡ്യൂക്കേഷൻ ഉണ്ട്. ഇപ്പൊ തന്നെ എത്രയോ വ്ളോഗേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. മറ്റേ ഇന്നാളെ സൂപ്പർ പവർ പയ്യനെ കണ്ടു. അതിൽ 984 സബ്സ്ക്രൈബേഴ്സ് 8 മാസമായിട്ടുള്ളൂ. ഒന്ന് വൈറലായിട്ട് 2-3 ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കണം. അതുകൊണ്ട് വളരെ പ്രാക്ടിക്കലാണ്. ന്യൂജൻ പിള്ളേർ മിക്കവരും അങ്ങനെയാണ്. നിങ്ങളെ പോലെ പഠിച്ചതിൽ വളരെ കുറവാണ്. 98% ന്യൂജൻ പിള്ളേർ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ്. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പിള്ളേരാണ് ഇപ്പോൾ കൂടുതലായിട്ട്. ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉണ്ട്. ഇപ്പൊ വലിയ ഇന്റർനെറ്റ് ബുദ്ധിജീവികൾ, അതല്ല ഐൻസ്റ്റീൻ എന്നോട് ജീവിച്ചിരുന്ന സമയത്ത് ജീവിച്ചിരുന്ന കാലത്ത് ഫേമസ് ആയി. കാരണം അതിൽ പ്രാക്ടിക്കൽ ആയതുകൊണ്ടാണ്. വേറെ ഓരോ ഇന്റലക്ച്വൽസ് എല്ലാം മരിച്ചതിന് ശേഷമൊക്കെയാണ് അറിയപ്പെട്ടത്. പ്രാക്ടിക്കൽ ആവണം. ഈ ഐൻസ്റ്റീൻ പ്രാക്ടിക്കൽ ആയതുകൊണ്ടാണ് ജീവിച്ച സമയത്ത് അതിൽ ഫേമസ് ആയത്. പ്രാക്ടിക്കൽ അല്ലാതെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഒരു കാര്യമില്ല. ന്യൂജൻ പിള്ളേർക്ക് 98% ആൾക്കാരും ഇങ്ങനത്തെ പിള്ളേരേക്ക് പോകും. പക്ഷെ ഈ പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ അവർ ഒബ്വിയസ്ലി ഒരു ഇപ്പൊ ഈ പറയുന്ന സിനിമയിലെടുത്ത മമ്മൂട്ടി മോഹൻലാൽ പ്രാക്ടിക്കൽ ആണ് ദിലീപ്. ഷോർട്ട് ടൈമിൽ എത്ര രൂപ ഉണ്ടാക്കിയതാണ്? 600 കോടി ഉണ്ടാക്കി. 35 പ്ലോട്ടൊക്കെയാണ് എറണാകുളത്തുണ്ടായത്. അയാൾക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം. എനിക്കൊന്ന് ഇനിയുള്ള മൈൻഡ് ബിസിനസ് ചെയ്യാൻ ഫോക്കസ് വീഡിയോ ആണ്. അവനെല്ലാം എത്ര രൂപ ഉണ്ടാക്കുന്നത് ആ ഒരു മൈൻഡ് വേണം. റോ ഇന്റലിജൻസും പഠിച്ചിട്ടാക്കുന്ന ഇന്റലിജൻസും വ്യത്യാസമുണ്ട്. പഠിച്ചിട്ടാക്കുന്ന അക്വേർഡാണ്. റോ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള, എല്ലാവർക്കും നാച്ചുറലായിട്ട് എന്തെങ്കിലും ബുദ്ധിയുണ്ട്. മണ്ടന്മാരായിട്ട് ആരുമില്ല. ആ ബുദ്ധി എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാൻ പറ്റാത്ത നാച്ചുറൽ ബുദ്ധി. ഇപ്പൊ മോഹൻലാൽ സച്ചിൻ ഭാഗ്യത്തിന് എത്തിയാണ്, പ്ലാൻ ചെയ്താലല്ല. പക്ഷെ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ തിരിച്ചറിയൂ. അതാണ് ഇവിടെ തിരിച്ചറിയാൻ പറ്റാത്തത്. മെയിൻലി പാരന്റ്സിന്റെ ഒരു തോന്നുന്നുണ്ടോ? അതായത് നീ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മതി, നീ MBBS പോയാൽ മതി, ഇപ്പൊ ചേട്ടൻ്റെ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരു ഫോഴ്സ്ഫുള്ളി പാരന്റിങ് ഭയങ്കര സീനല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ. അത് ഫാമിലി ഫാമിലി സിസ്റ്റം ആയതുകൊണ്ടാണ്. ഈ ഫാമിലി നോട്ട് ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ്. അത് ബേസിക്കലി ബ്രാഹ്മണിസ്റ്റ് ആണ് മെയിൻ തിങ്. പണ്ട് ബുദ്ധിസ്റ്റ് ഉള്ള ഇങ്ങനെ ആയില്ല. ബ്രാഹ്മണിസ്റ്റിലാണ് അവരുടെ തിങ്കിങ് ആണ് വന്നിരിക്കുന്നത്. ഡിഗ്നിറ്റി പ്രശ്നം. ഈ ജോലി കൈകൊണ്ട് ചെയ്യുന്ന ജോലി മോശമാണ്, മറ്റു ജോലി ചെയ്യുന്നത് നല്ലതാണ്. ഗവൺമെന്റ് ജോബ്സിനെ കുറിച്ച് അഭിപ്രായം ഉണ്ടോ? ഗവൺമെന്റ് ജോബ് ഇപ്പോഴാണ് സാലറി കിട്ടുന്നത്. ലൈഫ് സെക്യൂർ വേണ്ടി ആൾക്കാർ കയറുന്നത്. പണ്ടൊന്നും ആരും ഗവൺമെന്റ് ജോബിന് പോയില്ലായിരുന്നു. ലൈഫ് സെക്യൂർ ആവാൻ വേണ്ടിയാണ്. എന്നാലും ഇപ്പം ആളെല്ലാം ഗൂഗിളിന്റെ CEO ആയപ്പോ ഇപ്പൊ എന്റെ കൂട്ടുകാരുണ്ടാണ് IS ഉള്ള കയറാണ്. അവന് പറയാൻ അവന് ഗ്രോത്ത് ഇല്ല. ഒരു വിദേശ രാജ്യത്ത് പോകാൻ പറ്റില്ല. ചേട്ടാ ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോലി കയറിയിട്ട് റിട്ടയർ ആവണ ഒരു 40 കൊല്ലം പീരീഡ് ടൈം ഉണ്ട്. ആ ഒരു പീരീഡിൽ കിട്ടുന്ന റിട്ടയർമെന്റ് എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് ഇല്ല. അതായത് ഒരു 40 കൊല്ലം ഒരാൾ വർക്ക് ചെയ്യുന്ന സംഭവം തൊപ്പി പോലത്തെ ഒരു ആള് വിത്തിൻ 2 ഇയറിൽ ഉണ്ടാക്കി കഴിഞ്ഞു ഓൾറെഡി. ആൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഗവൺമെന്റ് ജോബിന് പോകേണ്ട ഒരു ആവശ്യമില്ല. പൊട്ടൻഷ്യൽ ഭയങ്കര പൊട്ടൻഷ്യൽ ആൾക്കാരും ഗവൺമെന്റ് ജോലിക്ക് പോയില്ല. പക്ഷെ നോക്കുമ്പോ തൊപ്പിനെ റെസ്പെക്ട് ഇല്ല. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു തൊപ്പിന് റെസ്പെക്ട് ഇല്ല. 10 കോടി അവൻ വെറും 3-4 കൊല്ലം കൊണ്ട് ഉണ്ടാക്കി. 1-2 കൊല്ലം ഈ സമയത്ത് ഹീറോ അല്ല. ന്യൂജൻ പിള്ളേരുടെ ഇടയില നമ്മുടെ ജനറേഷൻ അല്ലേ, ന്യൂജൻ പിള്ളേരുടെ ഇടയിൽ അവൻ ഹീറോ ആണ്.
അല്ലേ? പക്ഷെ ഒരു ഫാമിലി മൈൻഡുള്ള ഒരു വ്യക്തിക്ക് ഇപ്പൊ തൊപ്പി എന്ന് ഇപ്പൊ പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞാൽ ആലോചന പെൺകുട്ടികളെ അതല്ല ഞാൻ ചോദിക്കണേ, ഈ ഇപ്പോഴത്തെ ന്യൂ പിള്ളേരെ കല്യാണം കഴിക്കാൻ പോകും. അല്ല ഈ ഈ കല്യാണമൊന്നും ഇല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ന്യൂജൻ ജനറേഷൻ എന്ന് പറയുന്ന ഹീറോ ആകുന്ന ഏത് ഏജ് ഗ്രൂപ്പാണ്? ആ ഏജ് ഗ്രൂപ്പ് വളർന്ന് ഒരു മെച്ചോർഡ് ആയി കേൾക്കുമ്പോ അവര് നമ്മളും മാറൂലേ? നമ്മുടെ തിങ്കിങ് എന്തായാലും നമ്മളും ആ സമയത്ത്, ഞാനൊക്കെ ആ സമയത്ത് കുറെ പേര് ഇതേപോലെ സെലിബ്രിറ്റി ക്രഷ്, സെലിബ്രിറ്റിന്റെ ആരാധന അങ്ങനെ നടന്ന ഒരുപാട് പേരാണ്. ഞാൻ ചിലപ്പോൾ തിരിച്ചുപോലെ അല്ല ഇപ്പൊ ന്യൂജൻ പിള്ളേർ ചിന്തിക്കുന്ന അവരുടെ ചെറിയ പ്രായത്തില ന്യൂജൻ പിള്ളേർ ചെറിയ പ്രായമാണ്. ഞാനും ആ ചെറിയ പ്രായത്തിൽ ചിന്തിച്ചുപോലെ അല്ല, നമ്മൾ വളരെ തിരിട്ടക്കായിട്ട് ചിന്തിച്ചു കാണാം. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ എനിക്കൊല്ല, അവർ പേരൻസ് പറഞ്ഞ കേൾക്കുമ്പോഴും എനിക്കൊല്ല, അവർ ഇഷ്ടമുള്ള അവർ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഗേൾഫ്രണ്ട് ഉണ്ട്, അവർ ജോലിയുണ്ട്, അവര് അങ്ങനെ പോകും. പക്ഷെ ഈ ഒരു അമേരിക്കൻ സ്റ്റൈലാണ്. അല്ല ഈ ന്യൂജനില് ഏറ്റവും പ്രശ്നം ഇപ്പൊ എന്റെ ഫാദർ ഫാമിലി കിട്ടില്ല എന്തൊക്കെ ചെയ്താ നമ്മൾ ഈ ഫാമിലിയിൽ വെച്ചാൽ എല്ലാം ചെയ്തിട്ട് അവസാനം നമുക്ക് അവരെല്ലാം തെറിയേക്കാം. അല്ല എല്ലാം ചെയ്തു കൊടുത്ത ഈ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി പറഞ്ഞിട്ടല്ലോ പത്തേമാൻ, അതല്ല മമ്മൂട്ടി ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എല്ലാം ചെയ്തു. വാത്സല്യം പത്തേമാനില് മമ്മൂട്ടിയിലാണല്ലേ ആ ഫാമിലിക്ക് വേണ്ടി മുഴുവൻ കഷ്ടപ്പെട്ട അവസാനം എന്താ കിട്ടിയെന്ന്. പക്ഷെ ഒരു കാര്യം അമേരിക്കയിൽ വന്ന പിള്ളേർക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ അടുത്ത് പോവാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം, ഒരു അത് നല്ലത്. ഈ ഫാമിലി ആയിട്ട് എന്താ കാര്യം? അവസാനം നമുക്ക് നമ്മൾ ഈ മനുഷ്യത്തെ കാണിച്ച് വിഷമേ തോന്നുന്നു. ഇവരെ നമ്മൾ മാറ്റി പറയും.